ഹായ്, ഞാനിപ്പോൾ പറയാൻ പോണ കാര്യം എല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമാണ്. എങ്കിൽ പോലും ഞാൻ എൻ്റേതായിട്ടുള്ളൊരു അഭിപ്രായത്തിൽ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളൂ. വേറെ ഒന്നല്ല, നമ്മുടെ നാട്ടിലുള്ള യുവതലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരും അതോടൊപ്പം തന്നെ അത്യാവശ്യം പ്രായമില്ലാത്ത ആൾക്കാരും എല്ലാവരും ഈ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോകുന്നത് എന്തുകൊണ്ടെന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട വിഷയം. കാരണം ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ എൻ്റെ അനുഭവങ്ങളിലൂടെയും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. വേറെ ഒന്നല്ല, നമ്മൾ സ്ഥാപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഫോട്ടോസ്റ്റാറ്റ്, ലാമിനേഷൻ, DTP ഡിസൈൻ വർക്ക്, അങ്ങനെ അത്യാവശ്യം വർക്കുകളൊക്കെ ചെയ്തു പോകുന്ന ഒരു സ്ഥാപനമാണ്. ചുരുങ്ങിയത് ഞാൻ ഒരു 5 ബയോഡേറ്റെങ്കിലും ഞാൻ ചെറുപ്പക്കാർക്ക് വിദേശത്തേക്ക് പോകാൻ വേണ്ടി ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവരെ മൂത്ത് നോക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ഒരു വിഷമമുണ്ട്. ഈ അവരുടെ നാട്ടിൽ ജോലി ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കേണ്ട മക്കൾ എന്തുകൊണ്ട് ഇങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയണില്ല. ഒരു ഗവൺമെൻറ് സിസ്റ്റത്തിൻ്റെ കഴിഞ്ഞു പോയതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു ഗവൺമെൻറ് ഇനിയിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് ആയാലും ഇനി വരാൻ പോകുന്ന ഗവൺമെൻറ്റിൽ ആരായാലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മക്കൾക്ക് ബുദ്ധിയും ടാലൻറ്റുള്ള മക്കളെ കണ്ടെത്തി അവർക്ക് ജോലി കൊടുക്കേണ്ടത് ഒരു ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ പല രീതിയിലുള്ള പുതിയ സംരംഭങ്ങൾ, പുതിയ വ്യവസായങ്ങൾ വരേണ്ടത് വളരെ അനിവാര്യമാണ്. കാരണം ഇതുപോലെ ബുദ്ധിയുള്ള മക്കൾ നമ്മളെ നാടിന് അസറ്റാവേണ്ട, നമ്മുടെ നാട് വികസിക്കുന്നതിന് പ്രാപ്തമായിട്ടുള്ള മക്കൾ ഇവിടെ നിന്ന് പോകുമ്പോൾ, ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ നമ്മുടെ നാട് ഒരു വൃദ്ധസദനായിട്ട് മാറും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളൊക്കെ വിദേശത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അച്ഛനമ്മയുള്ളൂ, അവർക്ക് പോലും മക്കളെ കാണാണ്ട് മരിക്കേണ്ട ഒരു സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിന് വേണ്ട ഒരു പ്രോസസ്സ് ഡിപ്ലൈ ചെയ്യണം. കാരണം അത് ചെറിയൊരു പ്രോസസ്സല്ല, അത് വലിയൊരു പ്രോസസ്സാണ്. പക്ഷേ അതിനൊരു ഗവൺമെൻറ് പ്രധാനമായിട്ടൊരു മുൻഗണന കൊടുക്കണം. കാരണം കഴിഞ്ഞു പോയതിനെ പറ്റി ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞു പോയതിനെ പറ്റി പ്രത്യേകിച്ച് പറയുന്നിട്ട് കാര്യമില്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന ഗവൺമെൻറ്റുകൾ പ്രത്യേകമായിട്ട് അതിനൊരു ഊന്നൽ കൊടുക്കണം. എന്തുകൊണ്ടാണ് ഇവിടുത്തെ മക്കളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതിനെ പറ്റി പ്രത്യേകമായിട്ടൊരു ഗവേഷണം തന്നെ നടത്തണം. എന്തുകൊണ്ട് പോകുന്നു, എന്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള പുതിയ നല്ല രീതിയിലുള്ള പ്രൊജക്റ്റുകൾ കൊണ്ടുവന്നിട്ട് അവരെ ബുദ്ധിയും അവരെ കഴിവും ഈ നമ്മുടെ നാട്ടിൽ തന്നെ നിലനിർത്താൻ, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നിലനിർത്താനായിട്ടുള്ള ഒരു കാര്യം എത്രയും പെട്ടെന്ന് ആ ഗവൺമെൻറ് അതിനുള്ള ഒരു പ്രോസസ്സ് തുടങ്ങണം. അത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നാടിൻ്റെ വികസനത്തിനുള്ള ഒരു അസറ്റുകളാണ് ഈ ചെറുപ്പക്കാരെന്ന് പറയുന്നത്. ഒരു നാടിൻ്റെ ഏറ്റവും വലിയ വികസനത്തിന് പ്രധാന പങ്കുവഹിക്കുന്നത് ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ബുദ്ധിയും അവരുടെ കഴിവാണ്. അപ്പോൾ ആ കഴിവും ബുദ്ധിയും നമ്മൾ ഇല്ലാതാക്കിയിട്ട് ഇവരിവിടെ നിന്ന് പോകാനായിട്ടൊരു പ്രധാന കാരണം. അപ്പോൾ ആ പോകുന്നത് തടയാനായിട്ട് പ്രത്യേകമായിട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ചെയ്യണം, അത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. കാരണം ഇവിടുത്തെ യുവതലമുറകൾക്ക് കൊടുക്കാനാവുന്ന, അവർ നല്ല രീതിയിൽ ജീവിക്കാനായിട്ടുള്ള അടിസ്ഥാന വികസനങ്ങൾ ഒരുക്കി കൊടുക്കാമെന്നുള്ളത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രധാന മുൻഗണനയിലുള്ളൊരു വിഷയമാണ്. അപ്പോൾ ആ വിഷയം ഇനി ചർച്ച ചെയ്ത് അതിനുള്ള കാര്യങ്ങൾ വരാനുള്ള ഗവൺമെൻറ്റുകൾ, ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവരാണെങ്കിൽ ആ കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗവൺമെൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി ഒരു ഗവൺമെൻറ്റിന് ഭരിക്കുന്ന ഗവൺമെൻറ് മനസ്സിലായില്ലെങ്കിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് അപ്പം അങ്ങനെ ചെയ്ത് അവിടുത്തെ മക്കളെ നമ്മുടെ സംസ്ഥാനങ്ങളിൽ തന്നെ നിലനിർത്താനായിട്ടുള്ള കാര്യം ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഇത് വൃദ്ധന്മാരുടെ നാടായിട്ട് നമ്മളെ സംസ്ഥാനം മാറാനായിട്ട് അധികം വിദൂരമല്ല എന്നുള്ളതാണ്. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഈ കുട്ടികൾ ഇവിടെ വിദേശത്തേക്ക് പോകാനായിട്ട് ബയോഡേറ്റ ചെയ്ത് കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന കാര്യം അതാണ്. അപ്പോൾ അവർക്ക് വേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ നമ്മൾ ഒരുക്കി കൊടുത്തേ പറ്റൂ. അതൊരു നാടിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് ഏറ്റവും വലിയ ഒരു കാര്യമാണത്.